ഹലോ ഓൾ, നമുക്കറിയാം JEE എക്സാമിൻ്റെ സെഷൻ 1 ജനുവരിയിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. കുട്ടികളെല്ലാവരും തന്നെ അവരുടെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ JEE എഴുതുന്നതിൽ നമ്മൾ ഒരുപാട് നീറ്റ് ആസ്പിറൻസിനെ കാണാറുണ്ട്. +2ൻ്റെ കൂടെ അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന നീറ്റ് ആസ്പിറൻസ് അടക്കം JEE എഴുതാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം കുട്ടികൾ നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ളവർ എന്തുകൊണ്ടായിരിക്കും JEE എല്ലാ വർഷവും എഴുതുന്നത്? ആക്ച്വലി 2 റീസണാണ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ ബാക്കപ്പ് ഓപ്ഷനായാണ് ആൾക്കാരെല്ലാവരും JEE എഴുതുന്നത്. സെക്കൻഡ് റീസൺ JEEയിൽ ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്, ആൻഡ് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇല്ല. അൺലൈക്ക് നീറ്റിൽ ബയോളജിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് യൂഷ്വലി എല്ലാ നീറ്റ് ആസ്പിറൻസും JEE ബാക്കപ്പ് ഓപ്ഷനായി വെക്കുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്കൊരു എക്സാമിന്റെ എക്സ്പീരിയൻസ് ആണ്. എക്സാം എഴുതുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടും എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിന് കട്ട് ഓഫ് ഇല്ല എന്നുള്ളതാണ് JEE ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെക്കാൻ തന്നെ കാരണം. JEE അഡ്വാൻസിന് എല്ലാ സബ്ജക്റ്റിനും കട്ട് ഓഫ് ഉണ്ട്, ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് മാത്സിൽ മിനിമം ഇത്ര മാർക്ക് ഇല്ലാതെ JEE അഡ്വാൻസ്ഡ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നീറ്റ് ആസ്പിറൻസ് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. 3 മണിക്കൂറിൻ്റെ എക്സാമിൽ മാത്സിന് ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്തിട്ട് 2 സബ്ജക്റ്റിൽ മാത്രം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് മാർക്ക് വാങ്ങിയിട്ട് JEE ക്വാളിഫൈ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും എഴുതിയിട്ട് എത്രത്തോളം ശരിക്കും നീറ്റ് ആസ്പിറൻസ് ക്വാളിഫൈ ചെയ്ത് NITസിലൊക്കെ എത്തുന്നുണ്ട്? അത് പോസിബിൾ ആണോ? അത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ ലക്ക് ഫാക്ടറും കൂടിയുണ്ട്. കാരണം ഒരു നീറ്റ് ആസ്പിറൻറ്റ് എഴുതുന്ന JEEയുടെ ഷിഫ്റ്റ് ഗിവൺ ദി കണ്ടീഷൻ ദാറ്റ് ആ ഒരു ഷിഫ്റ്റിലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഈസി ആയിരിക്കണം, മാത്സ് ഭയങ്കര ടഫ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് JEE ആസ്പിറൻസിന് മാത്സ് യൂഷ്വലി ചെയ്യാൻ പറ്റാറില്ല. കാരണം മാത്സ് കമ്പാരിറ്റീവ്ലി ടഫ് സബ്ജക്റ്റ് ആണ്. സോ ഭയങ്കര ടഫ് ആയാൽ മാത്സിന്റെ കട്ട് ഓഫ് നല്ല രീതിയിൽ കുറയും. കട്ട് ഓഫ് ആസ് ഇൻ ആ ഒരു പെർസെൻറ്റേജ് കുറയും, നമ്പർ ഓഫ് മാർക്സ് സ്കോർ ചെയ്യുന്നത് കുറയും. സോ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇവർ നീറ്റ് ആസ്പിറൻസ് 3 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് JEE ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് ഒരു നീറ്റ് ആസ്പിറൻറ്റ് JEE കംപ്ലീറ്റ്ലി JEEക്ക് പോകുമ്പോൾ മാത്സ് ഇഗ്നോർ ചെയ്തു, ആ ഒരു ഷിഫ്റ്റിൽ മാത്സ് ഭയങ്കര ഈസി ആയി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഭയങ്കര ടഫായി, ആ ഒരു കേസിൽ ഇറ്റ്സ് നോട്ട് ഈ മാർക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി പറയാറുണ്ട് ഒരു 150 മാർക്ക് എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് സ്കോറാണ്. ഒരു 180+ എന്നൊക്കെ പറയുന്നത് വെരി ഗുഡ് സ്കോറാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒരു 150 മാർക്ക് ശരിക്കും മാത്തമാറ്റിക്സ് ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു 75 ഫിസിക്സിലും 75 കെമിസ്ട്രിയിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് യൂഷ്വലി എന്ത് ചെയ്യാറുള്ളത്, നീറ്റ് ആസ്പിറൻസ് JEE ക്രാക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ NITസിലൊക്കെ പോയി ജോയിൻ ചെയ്യുന്ന നീറ്റ് ആസ്പിറൻസ് ഉണ്ട്. കാരണം അവരുടെ ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. ഇൻ കേസ് അവർ ആഗ്രഹിച്ച MBBSോ മറ്റു കോഴ്സൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ JEEയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ നീറ്റിന് വേണ്ടി മേ ബി 1, 2, 3 ഇയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടി നമുക്കറിയാം മാത്തമാറ്റിക്സിൽ അത്ര തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ +1, +2ൻ്റെ കൂടെ മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യുമെന്നല്ലാതെ ഒരു എൻട്രൻസ് ലെവലൊന്നും പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസ് ഫിസിക്സും കെമിസ്ട്രിയിലെ മാർക്ക് മാത്രം യൂസ് ചെയ്ത് JEE ഒക്കെ ക്ലിയർ ചെയ്ത് NITയിൽ പോയി പഠിക്കുക എന്ന് വിചാരിക്കുക. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കാരണം ഞാൻ NIT കാലിക്കറ്റ് അലുമിനിയാണ്. അപ്പോൾ എനിക്ക് എത്രയോ സ്റ്റുഡൻസിന് അറിയാം. കാരണം കേരളത്തിലുള്ള ആസ്പിറൻസിന് NIT കാലിക്കറ്റിൽ 50% ഹോം സ്റ്റേറ്റ് കോട്ട വെച്ച് ഒരുപാട് നീറ്റ് ആസ്പിറൻസ് JEE ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. സോ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾക്ക് 4 സെമസ്റ്ററിലും മാത്സ് പഠിക്കാനുണ്ട്, M1, M2, M3, M4. സോ അത് മാത്രമല്ല, എഞ്ചിനീയറിംഗിൽ ഏത് സബ്ജക്ട് എടുത്താലും കാൽക്കുലസ് ഇല്ലാത്ത നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഇനിയിപ്പോൾ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, സോ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. സോ ഇനി സപ്പോസ് നിങ്ങൾ JEE ക്രാക്ക് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ മാത്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ വരണം എന്ന് മാത്രമല്ല, ഇപ്പം BTech എന്ന് പറയുന്ന കോഴ്സ് തന്നെ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഹെവിലി ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക്സും ഫണ്ടമെന്റൽസും ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഈവൻ JEE കിട്ടിയാൽ പോലും NITസിലേക്കൊന്നും പോകരുത്. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പ്രിപ്പറേഷനാണ് നീറ്റിന്. ആ 2 വർഷം എന്തായാലും മാത്തമാറ്റിക്സിൽ കാര്യമായിട്ട് ഒരു ടച്ച് ഉണ്ടാവില്ല. കാൽക്കുലസിലൊന്നും കാര്യമായിട്ട് എന്താ പറയുക നല്ലൊരു ലെവലിൻ്റെ അപ്പുറത്തേക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ അതില്ലാതെ ഈ ഷഹസാദ് പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യും അല്ല. അപ്പോൾ അവിടെ ഫെയിൽ ആവാൻ സാധ്യതയുണ്ടോ? പേപ്പറുകൾ ഫെയിൽ ആവാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ കുറേ പേര് ഫെയിൽ ആവാറുണ്ട്. ബട്ട് സ്റ്റിൽ ചില ആൾക്കാർ അവിടെ നിന്ന് പഠിച്ച് രക്ഷപ്പെടും. പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഓക്കെ സെമസ്റ്റർ 4 വരെ രക്ഷപ്പെടും. ആ ഒരു സമയത്ത് നോർമലി ഉള്ള ആൾക്കാർ കോഡിംഗ് ഒക്കെ പ്ലേസ്മെന്റ്സിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യും. പക്ഷെ നീറ്റ് ആസ്പിറൻസ് ആ സമയത്ത് അപ്പോഴും മാത്സ് പഠിച്ചുകൊണ്ട് പാസ്സാവാൻ വേണ്ടി ചില ആൾക്കാർ അവിടെയും വന്ന് ഒന്നുകൂടി നീറ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീറ്റ് എഴുതുന്നുണ്ട്. സോ അപ്പോൾ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഓപ്ഷൻസും പിന്നീട് കുറഞ്ഞു വരുവാണ്. കാരണം അവർക്ക് കോഡിംഗ് ആയി, നോർമലി മാത്സ് താല്പര്യമുള്ള ആൾക്കാർക്കായിരിക്കും കോഡിങ്ങിൽ കുറച്ചുകൂടി സ്കിൽ ഉണ്ടാവുക. സോ അവർക്ക് കോഡിങ്ങും പഠിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടും, അതിൻ്റെ കൂടെ മാത്സും പഠിക്കണം. സോ ഇതൊക്കെ കഴിഞ്ഞ് അവർ ഫൈനൽ ഇയർ എത്തുമ്പോൾ നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടാനും അത്യാവശ്യം
ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നീറ്റ് ആസ്പിറൻസ് ജെഇ എഴുതി സക്സസ്ഫുൾ ആയി NITസിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം നീറ്റ് എന്നുള്ളത് ഒരു എക്സാം ആണ്, റൈറ്റ്? അപ്പോൾ ആ ഒരു എക്സാം മാത്രം ലക്ഷ്യം വെക്കുമ്പോഴാണ് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ജെയിലേക്കൊക്കെ സ്വിച്ച് ചെയ്യേണ്ടി വരാം. അപ്പോൾ തുടക്കം മുതലേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 or 15 എക്സാമിനേഷൻസ് ഇന്ത്യയിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. പല സ്ഥാപനങ്ങളിലേക്ക് നമുക്കറിയാം പ്യുവർ സയൻസ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന നൈസർ കോളേജുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ എക്സാമുകളെ കുറിച്ചും ഓപ്ഷൻസിനെ കുറിച്ചും കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക പാരൻസും സ്റ്റുഡൻസും. അപ്പോൾ നമുക്ക് നീറ്റ് ഓർ ജെഇ മാത്രമല്ല മറ്റ് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ചൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ലേറ്റർ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ആൻഡ് ഇൻ കേസ് ഇനി ലാസ്റ്റ് ആയിട്ട് ഇപ്പം ഇവരുടെ ഒരു ചോദ്യമായിരിക്കും, അപ്പോൾ നീറ്റ് ആസ്പിറൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെഇ എഴുതാൻ പോവുകയാണ്, അവർക്ക് മാത്സിൽ കുറച്ച് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ ചെയ്യേണ്ടത്? അവരെന്തായാലും 3 മണിക്കൂർ പരീക്ഷയിൽ ഒരു 2.5 മണിക്കൂറും ഫിസിക്സ് കെമിസ്ട്രിയിലായിരിക്കും ഫോക്കസ് ചെയ്യുക മോസ്റ്റ്ലി. അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് അവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ചോദ്യം നമ്മൾ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം ഈ ചാപ്റ്റേഴ്സ് ആണ് പറയാറ്. ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ പ്രാർത്ഥിച്ച് പോവുക, അതായത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കണത് ഈസി ആയിരിക്കും എന്ന് പ്രാർത്ഥിച്ച് പോവുക, എന്നാലും നമ്മൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വേറൊരു കാര്യം കൂടി പ്രാർത്ഥിക്കുക, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്താവണം, കമ്പാരിറ്റീവ്ലി ഈസിയർ ആവണം, എന്നാൽ ഇവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സിൽ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, മാത്സിൽ 100ൽ 50 മാർക്ക് ജെഇ മെയിനിൽ കിട്ടുകയാണെങ്കിൽ തന്നെ എക്സലന്റ് മാർക്കാണ്. അപ്പോൾ ഒരു 25-30 മാർക്കിലേക്കൊക്കെ തന്നെ എത്താൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓവറോൾ നല്ല സ്കോറിലേക്ക്. റിപ്പീറ്റേഴ്സ് ഒരു കൊല്ലം കഷ്ടപ്പെട്ടാണ് ആ ഒരു മാർക്കിലോട്ട് എത്തുന്നത്. അത്രയും എളുപ്പത്തിലൊന്നും 30 മാർക്സ് ഒന്നും സ്കോർ ചെയ്യാൻ പോസിബിൾ അല്ല. മാക്സിമം പോയാൽ 12-16 ഒക്കെ സ്കോർ ചെയ്യും. യെസ്. സോ എന്തായാലും നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉള്ള ആളുകൾ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ജെഇ പോലുള്ള എക്സാമിൽ മുന്നിലേക്ക് എത്തുക. ആൻഡ് വൺ മോർ തിങ്, നീറ്റിൽ ഔട്ട് ഓഫ് 720 ഒരു 630യുടെ മേളിൽ സ്കോർ ചെയ്യുന്ന ആ ഒരു അത്രയും ആൾക്ക് ജെയില് ഈ ഒരു 150യുടെ മേളിലോട്ട് കയറാൻ പറ്റുള്ളൂ. നീറ്റിൽ 400 പോലും കിടക്കാത്ത ഒരാൾക്ക് എന്തായാലും ആ ഒരു ലെവൽ നോളജ് ഉള്ള ഒരാൾക്ക് ജെഇ ക്രാക്ക് ചെയ്യാനും കഴിയില്ല. അപ്പൊ നീറ്റിലും തന്നെ നല്ല 90% അബവ് അല്ലെങ്കിൽ 80% അബവ് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാളാണ് യൂഷ്വലി ജെയിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 150 മാർക്കിലേക്കൊക്കെ എത്താറുള്ളത്. അപ്പൊ ഇത്രയുമാണ് നീറ്റ് ആസ്പിറൻസിനോട് ജെഇ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വെച്ചിരിക്കുന്ന നീറ്റ് ആസ്പിറൻസിന് കൊടുക്കാനുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.